ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ലേറ്റ് മൊറോക്കൻ ഹോളിഡേയുടെ പോസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ റിയോണയുടെ ആദ്യത്തെ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫ്ലൈറ്റ് എടുത്ത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഞങ്ങളും അതെ, അവളുടെ ആദ്യത്തെ പാസ്പോർട്ട് ഉപയോഗിച്ച് പോയ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ മൊറോക്കോയിൽ അഗാദർ എന്ന് പറയുന്ന എയർപോർട്ടിലാണ് ചെന്നിറങ്ങിയത്. അവിടുന്ന് ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നു ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകാൻ, ഹോട്ടൽ അർഗാന. നല്ല സ്റ്റേ ആയിരുന്നു അവിടെ. അവിടുത്തെ സ്റ്റേയും റൂമും കാര്യങ്ങളും ആൾക്കാരും ഫുഡും ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. മൊറോക്കോ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ട്രഡീഷണൽ കൺട്രിയാണ്. മൊറോക്കൻ ദിനാറാണ് അവിടുത്തെ കറൻസി. രാജഭരണമാണ് അവിടെ. പിന്നെ ഞങ്ങൾ പോയത് ക്രോക്കോ പാർക്ക്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. അവിടെ ഒരു 200-ലധികം ക്രോക്കഡൈൽസിനെ അവർ പരിപാലിക്കുന്നുണ്ട്. അതിൻ്റെ ബ്രീഡിങ്ങും അതിൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. മോളുടെ ടോട്ടലർ പ്രായമായത് കാരണം അവൾ നന്നായിട്ട് അതൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, അവിടെ നിങ്ങൾക്ക് കാണാം അതിനെ ഫീഡ് ചെയ്യുന്നതും. അവർക്ക് ചിക്കനാണ് കൂടുതലും കൊടുത്ത് കണ്ടത്. അവൾ തൊട്ടിട്ടില്ല അതിനെ. അതൊരു ഗ്ലാസ് ചേമ്പറിനകത്തു കൂടെയാണ് കാണുന്നത്. പിന്നെ അവിടെ ഒരു കുഞ്ഞു കുരങ്ങനുണ്ടായിരുന്നു. ഒന്നല്ല, കുറേ ഉണ്ടായിരുന്നു. അതിനെ ക്വിറ്റ്സി എന്നെങ്ങാണ്ടാണ് അവർ വിളിക്കുന്നത്. ഭയങ്കര ക്യൂട്ടാണ് അതിനെ കാണാൻ, ആസ് യു ക്യാൻ സീ. പിന്നെ കുറേ അഡ്വഞ്ചറസ് ആയിട്ട് ഇങ്ങനെ വുഡൻ പ്ലാറ്റ്ഫോമുകളും ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങിപ്പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ നടക്കാനുണ്ട്. യൂക്കാലിപ്റ്റസിൻ്റെ കാര്യങ്ങളും പാപ്പറസിൻ്റെ കുറേ ഏരിയകളും പേപ്പർ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ നമുക്ക് വിവരിച്ചു തരും ആ നടക്കുന്ന വഴിക്ക്. ഭയങ്കര കളർഫുള്ളാണ് ആ സ്ഥലം. ഒന്നാമത് വെതർ കാരണം ഒത്തിരി പൂക്കളും ഒത്തിരി കളറും ഒക്കെ കാര്യങ്ങളുണ്ട്. ഒത്തിരി അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് വളരാൻ വേണ്ടി. വെറൈറ്റീസ് ഓഫ് ക്യാക്ടസും കാര്യങ്ങളും. ഭയങ്കര വലിയ ടേർട്ടിൽ അതിനെ ഫുഡ് കൊടുക്കുന്നതും അത് കഴിക്കുന്നതും അതും ഇഗ്വാനയൊക്കെ ഒരുമിച്ചാണ് കിടക്കുന്നത്. അതും ഒരു നല്ല രസമായിരുന്നു കാണാനും അതുവഴി കയറി ഇറങ്ങി നടക്കാനും ഒക്കെ. പിള്ളേർക്ക് അതിനെ തൊടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, അത് കല്ല് ഏതാണെന്നറിയത്തില്ല. എർത്ത് ക്വേക്ക് നടന്ന് ഒരു ഓൾഡ് അഗാദർ അവർക്ക് നഷ്ടപ്പെട്ടു. 25,000 പേര് അതിനകത്ത് ഇഞ്ചേർഡായി. ഇപ്പം ഞങ്ങളാ നിൽക്കുന്നത് അതിൻ്റെ പ്രിസർവ്ഡ് ക്യാസൽ ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് അവർ ന്യൂ അഗാദർ ഉണ്ടാക്കി. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റാണ് അവിടുത്തെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇത് കാണുന്നത് ആർഗൻ ഓയിലിൻ്റെ ഫാക്ടറിയിൽ ഞങ്ങൾ പോയി എങ്ങനെയാണ് ഓയിൽ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഞങ്ങളൊരു മാർക്കറ്റിലേക്ക് പോയി. അത് കഴിഞ്ഞ് ക്യാമൽ റൈഡിന് പോയി. ക്യാമൽ റൈഡ് വാസ് സോ ഫൺ. അവിടെ ആ ക്യാമലിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് അയാളുടെ ക്യാമലയിൽ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ കയറിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് പുള്ളി നമ്മളെ ഇന്ത്യൻസിനകത്ത് വലിച്ചു കയറ്റുന്നത്. ബീച്ച് എക്സ്പീരിയൻസ് വാസ് സോ അമേസിങ്. അത് പറയാനില്ല കേട്ടോ. ഇത് അവിടെ ഒരു മക്ഡൊണാൾഡ് കണ്ട ആക്രാന്തം മുത്തനത്ത് കയറിയതാണ്. പക്ഷെ ആരും പോവല്ലേ. പിന്നെ താജിൻ കഴിക്കാൻ വേണ്ടി ട്യോട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി. അവിടെ ഒരു ഫാമും കാര്യങ്ങളൊക്കെ കാണാനും വേണ്ടിയിട്ടും ഉണ്ടായിരുന്നു. താജിൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. ക്ലേ പോട്ടിലൊരു കോണ്ട് ലിഡായിട്ട് അത് വെക്കുന്ന ലെയേഴ്സ് ഓഫ് മീറ്റും വെജിറ്റബിളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ കുക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അതുപോലെ തന്നെയാണ് നമുക്ക് ഡൈനിങ് സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് തരുന്നത്. ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊറോക്കോ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊറോക്കോയാണ്. 2030 അവിടെ വേൾഡ് കപ്പ് പറഞ്ഞേക്കുന്ന സ്ഥലമാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലം അവരെത്ര ഫാസ്റ്റായിട്ടാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2030 അവർക്ക് വേൾഡ് കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അവിടെ നടത്താൻ വേണ്ടിയിട്ടും അത്രയും ടൂറിസ്റ്റുകളെ അവരവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ദേ ആർ സോ ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് ദേ ആർ ഫാസ്റ്റ്ലി ഡെവലപ്പിംഗ് ഇൻ ടു ദിസ്. പിന്നെ റയനും കൂടെ ഉണ്ടായിരുന്ന മറ്റ് ടൂറിസ്റ്റുകളും ഒക്കെ ആ ഫാം കാണാൻ വേണ്ടി പോയി. ഞാനും കുഞ്ഞും പോയില്ല, വെതർ കാരണം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ആ ചെറിയ ഹട്ടുകളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടത് അവിടെയാണ് നമ്മൾ ഫുഡ് അവർ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് അവർ ഫുഡ് തരുന്നത്. അവിടെ കുറേ ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവർ പ്രത്യേകമായിട്ടൊരു ഹട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നത്തെ നല്ല എക്സ്പീരിയൻസ് പറയുന്നത് ഹമാം. ഇറ്റ് വാസ് എ വെൽ ആൻഡ് അമേസിങ് എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ തിരിച്ചു പോകുന്നത്. ഫുൾ ബോഡി സ്ക്രബും റിലാക്സേഷൻ മസാജും ഒക്കെ ആയിട്ട് ഐ thoroughly എൻജോയ്ഡ് ഇറ്റ്. ഒരു €10 എന്ന് പറയുന്നത് 100 മൊറോക്കൻ ദിനാറാണ്. അപ്പം വളരെ ചീപ്പായിട്ടാണ് നമുക്ക് ഈ ഒരു പാക്കേജ് നമുക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും പറയുകയേ വേണ്ട. ഇറ്റ് വാസ് സോ നാച്ചുറൽ, യമ്മി, ടേസ്റ്റി. ഇറ്റ് വാസ് സോ അമേസിങ്. അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടത് ചൈൽഡ് ബെഗിങ് ഉണ്ട്. ആൻഡ് ഇറ്റ് വാസ് സോ പെയിൻഫുള്ളാണത് കാണുന്നത്. അത് കാരണം നമുക്ക് ചിലപ്പോൾ അത് ഓർക്കുമ്പോൾ നമ്മളൊരു മൂഡിൽ എന്തെങ്കിലും കാണാനോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കിന് പിള്ളേരങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. ആ ഒരു കാര്യം ഓർത്താൽ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. പിന്നെ ഷോപ്പിങ്ങും വലിയൊരു
വലിയൊരു പ്ലാറ്റ്ഫോം ഒന്നുമില്ല അവിടെ ഷോപ്പിംഗ് ചെയ്യാൻ. മുസ്ലിം കൺട്രി ആയതുകൊണ്ട് തന്നെ അവരുടേതായ രീതിയിലുള്ള മാക്സി ടൈപ്പ് ഡ്രസ്സുകളൊക്കെയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ ഹോപ്പ് യു വിൽ എൻജോയ് മൊറോക്കോ ടു. ബൈ.